ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫോളിൻ്റെ ഐറ്റംസ് എല്ലാം പെട്ടിയിലോട്ട് കയറുന്നുണ്ട്. എനിക്ക് ഈ സീസണൽ വട്ടുള്ളത് കാരണം തന്നെ നവംബർ ആവാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ക്രിസ്മസിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ ഞാനും എൻ്റെ ഏട്ടനും കൂടി ക്രിസ്മസിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം പൊടിതട്ടി എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഏകദേശം 4 വർഷത്തെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടത്തെ ഒരാൾ രാവിലെ പല്ല് തേച്ച് ഫുഡൊക്കെ കഴിച്ച് എണീറ്റ് നിൽപ്പുണ്ട് ഡെക്കറേഷൻ എന്നും പറഞ്ഞു. ഇവളുടെ സ്വഭാവം എല്ലാം ഏകദേശം എൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടോ. എനിക്കുള്ള എല്ലാ ചെറിയ ചെറിയ കുഞ്ഞി താല്പര്യങ്ങളും അവൾക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ കൂടി നിന്നിട്ട് രാവിലെ തന്നെ പുറത്തെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തെടുത്തു. പുറത്ത് കുറച്ച് അധികം തന്നെ തണുപ്പുണ്ടായിരുന്നു. അത് പിന്നെ എൻ്റെ മോളെ എൻ്റെ ഭർത്താവിനെ ബാധിക്കാറില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് ആഷിനെ എത്തിയിട്ടുണ്ട് അകത്തെ ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സീസണിൽ അകത്തും പുറത്തും ക്രിസ്മസ് ട്രീ വെക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് അധികം തന്നെ പണിയുണ്ട് അകത്ത്. അങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടി ലൈറ്റ്സ് വേണം എന്നുള്ളത് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞാനും അവളും കൂടി പെട്ടെന്ന് തന്നെ ഡോളറാമ വരെ പോയിട്ട് കുറച്ച് ലൈറ്റ്സ് ഒക്കെ വാങ്ങി വന്നു. പോയിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടും സമയം കളയാണ്ട് ഞാനും ആഷിനിയും പിന്നെ ഞങ്ങളുടെ കലാപരിപാടികളിലേക്ക് തന്നെ ഇറങ്ങി. അമ്മാമ്മയുടെ സീരിയൽ സമയം കഴിഞ്ഞപ്പോൾ അമ്മാമ്മയും ഞങ്ങളുടെ കൂടെ കൂടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ട് ഈ വർഷത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.